ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ആയിട്ടും അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇത്രയും നേരം നല്ല മഴയായിരുന്നു. അപ്പോൾ സൗണ്ട് പ്രശ്നമാണെന്ന് വിചാരിച്ച വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മഴ നിന്നപ്പോൾ മയിലായി. അപ്പോൾ എന്തായാലും തമിഴ്നാട്ടിൽ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും എന്താണ് വീഡിയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ എടുക്കണം വിചാരിക്കുന്നു. പിന്നെ ഒന്ന് റെഡിയായി വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഡെലിവറി എക്സ്പീരിയൻസ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യം ഹോസ്പിറ്റലിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ അതിനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് വീട്ടിലേക്ക് എത്തി ഒന്ന് സെറ്റിലായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഏറെക്കുറെ 35 ദിവസമായി. അപ്പോൾ ഒന്ന് ഓക്കെയായി, ഒന്ന് ഞങ്ങൾ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡെലിവറി എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ സെക്കൻഡ് ഡെലിവറിയാണ്. ഡെലിവറി ടൈമിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ കുറേയൊക്കെ വീഡിയോയിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വൊമിറ്റിംഗ് ആയിട്ടില്ല, അങ്ങനെ ഓക്കാനും വരുന്ന പോലെ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഭക്ഷണം കഴിക്കലൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വാശിക്ക് വെച്ചുണ്ടാക്കണമെന്ന്. അപ്പോൾ സ്കാനിങ്ങിൽ തന്നെ കുറച്ച് കുട്ടി വെയിറ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രോട്ടീൻ പൊടി കാര്യങ്ങളൊക്കെ കഴിക്കേണ്ടായിരുന്നു. പക്ഷേ ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ് പ്രോട്ടീൻ പൊടി കഴിച്ചിട്ട് തടിച്ചത് മുഴുവൻ ഞാനാണ്. കുട്ടി വെയിറ്റ് ഒന്നും അങ്ങനെ വലിയ രീതിയിലൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല. ബർത്ത് വെയിറ്റ് 2560 ആയിരുന്നു. പിന്നെ ഓൾറെഡി ആദ്യത്തെ LCS ആയതുകൊണ്ട് ഇതും LCS തന്നെ ആയിരുന്നു. അപ്പോൾ ഡേറ്റൊക്കെ നമുക്ക് നേരത്തെ അറിയാമല്ലോ. നമ്മളോട് 8 മണിയാകുമ്പോഴേക്ക് അഡ്മിറ്റ് ആവാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടുന്ന് ഒരു 7:30 സമയമൊക്കെ ആയപ്പോൾ ഇറങ്ങി. മഞ്ചേരി ആയിരുന്നു കേട്ടോ, മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിലായിരുന്നു സുജേത ഡോക്ടർ. പിന്നെ അപ്പോൾ ഒരു 7:30 ആയപ്പോൾ ഇവിടുന്ന് എല്ലാം പാക്കൊക്കെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി 8 മണി 8:05 ആയപ്പോഴേക്കും നമ്മൾ അവിടെ എത്തി. അപ്പോൾ നമ്മളടുത്ത് നേരെ ലേബർ റൂമിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്ത് ഫയലൊക്കെ കൊണ്ട്. അപ്പോൾ ഫയലൊക്കെ കൊണ്ട് ലേബർ റൂമിൽ ചെന്നു. ലേബർ റൂമിൽ ചെന്നപ്പോൾ രാവിലെ സമയമല്ലേ, അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ജസ്റ്റ് എൻ്റെ അടുത്ത് പുറത്തു വിട്ട്, ഞാൻ ഓർണമെൻറ്റ്സ് ഗോൾഡൊക്കെ നേരത്തെ അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോയപ്പോൾ ഇങ്ങനെ വെറും കാതൊക്കെ ആയിട്ട് പോകണമെന്ന് വിചാരിച്ച് ഫാൻസി 1-2 കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിട്ടുണ്ടായിരുന്നു, മാലയും കമ്മലൊക്കെ. അപ്പോൾ അതൊക്കെ അയച്ചു വെച്ച് മുടിയൊക്കെ പിന്നിട്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ പോയി അകത്ത് ഫയലൊക്കെ കൊടുത്തിട്ട് പുറത്ത് വന്നിട്ട് ഇതേപോലെ ഓർണമെൻറ്റ്സ് ഒക്കെ അഴിച്ച് മുടിയൊക്കെ പിന്നിട്ട് പിന്നെ അകത്തേക്ക് പോയി. പിന്നെ അകത്ത് പോയപ്പോഴേക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഫസ്റ്റ് എന്താ ചെയ്തത് ആലോചിച്ച് ഇങ്ങനെ പറയാം, യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറഞ്ഞു, യൂറിൻ എടുത്ത് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ BP നോക്കി, പിന്നെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു, എന്നാണ് ഡ്യൂ ഡേറ്റ് പറഞ്ഞിരുന്നത് എന്നാണെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഡോക്ടർ വിളിച്ച് പറഞ്ഞു കേട്ടോ, പിന്നെ CS പേഷ്യൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ECG എടുത്തു. പിന്നെ ഏതോ ഒരു മെഡിസിൻ്റെ ടെസ്റ്റ് ഡോസ് തന്നു, കുറച്ച് മാത്രം, നമുക്ക് അലർജി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് തന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ ഡ്രസ്സ് മാറ്റിക്കോളാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. മറ്റേ നമ്മുടെ OT-ലിടുന്ന ബ്ലൂ കളർ ഡ്രസ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ചെന്നപ്പെട്ട ഡ്രസ്സൊക്കെ അവിടെ അയച്ചു വെക്കാൻ പറഞ്ഞു. അത് പിന്നെ അവർ പുറത്ത് ഇവരെ കയ്യിൽ കൊടുത്തു കേട്ടോ. ആ ഡ്രസ്സൊക്കെ മാറ്റാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ക്യാനിലിട്ടു. അങ്ങനെ ഓരോ പ്രൊസീജർ പെട്ടെന്നായിരുന്നു കേട്ടോ എല്ലാം. ഞാൻ വിചാരിച്ചത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ചെന്നു ലേബർ റൂമിൽ ഫയൽ കൊടുക്കുന്നു, പിന്നെ നമുക്ക് അവർ റൂം തരും, കുറച്ച് നേരം റൂമിലൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്ത് സാവധാനം പോവാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതെല്ലാം പെട്ടെന്ന് നടക്കായിരുന്നു. അങ്ങനെ ഒരു 8:45-9 മണിയായപ്പോഴേക്കും ഒരുവിധം എല്ലാ പരിപാടിയും കഴിഞ്ഞു. ക്യാൻലറിൽ കഴിഞ്ഞു, എന്തൊക്കെയോ 1-2-3 മെഡിസിൻസ് അതുവഴി തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുമല്ലോ, ക്ലീൻ ചെയ്തു, കത്തീറ്റർ ഇട്ടു, ഡ്രസ്സ് മാറ്റി, പിന്നെ നമ്മുടെ കയ്യിൽ പേരൊക്കെ എഴുതി ഒരു ബാൻഡൊക്കെ ഇട്ടു. അങ്ങനെ എല്ലാ പരിപാടികളും ഒരു 8:45 കഴിഞ്ഞു. പിന്നെ ഡോക്ടർ വന്നു. പിന്നെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അവർ ഊട്ടി സെറ്റാക്കുന്നു. പിന്നെ അവരെന്നോട് പറഞ്ഞു ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പുറത്ത് പോയിട്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓടിപ്പോയി ഇവരെയൊക്കെ കണ്ടിട്ട് വന്നു. ഇവരൊക്കെ അവിടെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. വേഗം പോയി എല്ലാവരെയും കണ്ടിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 9 മണി 9:05 ആയപ്പോഴേക്കും എന്നെ ട്രോളിയിൽ കിടത്തി കൊണ്ടുപോയപ്പോഴും OT കുറേ ദൂരെയാണ് കേട്ടോ. ലേബർ റൂം OT-ആയിട്ടൊരു ബന്ധമില്ല. ലേബർ റൂം ഇങ്ങനെ സൈഡിൽ OT-ക്ക് കുറേ പോകാനുണ്ട്. മയിലിൻ്റെ സൗണ്ടാണ് കേട്ടോ, ഒന്നും ചെയ്യാനില്ല, മഴ പെയ്തതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പം അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തും ഇവരെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യക്കുട്ടിനോട് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. എനിക്കങ്ങനെ ടെൻഷൻ നനയ്ക്കാൻ സ്പൈനലിന് ഇഞ്ചക്ഷൻ വെക്കണ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആദ്യത്തേന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ലേബർ പെയിൻ ആയിട്ട് ആ വേദന സഹിച്ച് നിൽക്കുമ്പോൾ മറ്റേ ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വെക്കുമ്പോൾ എന്താവും എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി കുറച്ച് നേരമൊക്കെ അവിടെ OT-ൻ്റെ അവിടെയൊക്കെ അങ്ങനെ കിടത്തി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. കൊണ്ടുപോകുന്നു, സിസ്റ്റർമാരും എല്ലാവരും ഭയങ്കര
നല്ല നല്ല സ്വഭാവമായിരുന്നു കേട്ടോ. എല്ലാവരും അങ്ങനെ ആരും നമ്മളെ ചീത്ത പറയപ്പോൾ നമ്മളെന്തെങ്കിലും ഞാൻ എന്തൊക്കെയോ കുറേ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോവോ, ഞാൻ എപ്പോഴാണ് കണ്ണു തുറക്കുക, ഇനി എപ്പോഴാണ് പുറത്തേക്ക് വിടുക, അങ്ങനെ കുറേ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ സ്പൈനൽ ചെയ്ത ഡോക്ടറാണെന്നുണ്ടെങ്കിലും എന്താ പേരെന്താ ചോദിച്ചു, പിന്നെ സെക്കൻഡ് ഡെലിവറി ആണോ അങ്ങനെ ചോദിച്ചു. ചോദിക്കലും വെക്കലും കഴിഞ്ഞ് ഞാൻ കുത്തിയത് പോലും അറിഞ്ഞു. ക്യാനിൽ കുത്തിയ വേദന പോലും ഉണ്ടായിരുന്നില്ല ഏട്ടയ്ക്ക് സ്പൈനിൽ കുത്തിയപ്പോൾ. അത് കഴിഞ്ഞ് വന്നിട്ട് പെയിനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് എനിക്ക് വേദന ഒന്നും അറിഞ്ഞില്ല. പിന്നെ അത് കുത്തിയിട്ടാണെന്നുണ്ടെങ്കിലും കുത്തി സെക്കൻഡ്സ് ആയപ്പോഴേക്കും എനിക്ക് അരക്കുന്ന കീഴ്പ്പെട്ട് കംപ്ലീറ്റ് തരിച്ചു. പക്ഷേ എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു ചെയ്യണതും എല്ലാം. പിന്നെ അവർ മുഖത്തൊരു മാസ്ക് പോലെ ഒരു ഗ്രീൻ ക്ലോത്ത് ഇട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടുന്ന പോലെയില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇതൊന്ന് മാറ്റി തരൂ, എനിക്ക് കണ്ടാലും കുഴപ്പമൊന്നുമില്ല, അതൊന്ന് മാറ്റി തരൂ മുഖത്തൊന്ന് ചോദിച്ചു. ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ കയ്യൊക്കെ അനങ്ങുണ്ടായിരുന്നു, പക്ഷേ അരക്കുന്ന കീഴ്പ്പെട്ട് തീരെ അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ആ തുണി കുറച്ച് നേരത്തേക്കൊക്കെ മാറ്റി തന്നു കേട്ടോ. പിന്നെ ഡോക്ടറും സംസാരിച്ചു, അവർ സംസാരിക്കുന്നു. പിന്നെ ഞാൻ സിസ്റ്റർ അടുത്ത് പറഞ്ഞു കുട്ടീനെ ആദ്യം എടുത്ത് കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ ഓക്കെ. പിന്നെ ഞാൻ എപ്പോഴും ഉറങ്ങുക ചോദിച്ചു. സിസ്റ്ററിന് കുട്ടീനെയൊക്കെ കണ്ടിട്ടേ ഉറങ്ങുള്ളൂ. ആദ്യത്തേന് എനിക്കതൊന്നും ഓർമ്മയില്ല കേട്ടോ. എല്ലാവരും കണ്ടു കഴിഞ്ഞ് നാട്ടുകാരും കണ്ടിട്ടാണ് ഞാൻ എൻ്റെ കുട്ടീനെ കാണുന്നത് ആദ്യത്തേന്. പക്ഷേ ഇത് അവർ കുട്ടീനെ അടുത്ത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് പ്രൊസീജിയർ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് കുട്ടീനെ എനിക്ക് മേൽ വെച്ച് തന്നു, കാണിച്ചു തന്നു, പെൺകുട്ടിയാണ്, വെയിറ്റ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ പിന്നെ ഒരു ക്ലീൻ ചെയ്തിട്ട് പുറത്തേക്ക് കാണിച്ചു കൊടുത്തു തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ പ്രസവം നിർത്തണ ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാനും കുറച്ച് സമയം, പിന്നെ സ്റ്റിച്ച് ഇടാനും കുറച്ച് സമയം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ എന്നെ പോസ്റ്റ് ഓപ്പിക്ക് മാറ്റി. അവിടെ കുറച്ച് നേരം അവിടെയാണ് പിന്നെ ഒരു 8 മണിക്കൂർ കിടത്തി. അതൊരു വല്ലാത്ത കിടത്തായിരുന്നു. എനിക്ക് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്നിരുന്നത് ഒരു 20 മിനിറ്റ് അരമണിക്കൂർ കൊണ്ട് അത് കഴിഞ്ഞു. 10:18 കേട്ടോ സമയം. അതങ്ങോട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 10:18 ഡെലിവറി കഴിഞ്ഞ് 10:45 എങ്ങനെയായാലും 10:50 ആയപ്പോഴേക്കും എന്നെ പോസ്റ്റ് ഓപ്പിക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ് OP അല്ല, പോസ്റ്റ് OTക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് എന്നെ കൊണ്ടുപോകുന്നത് രാത്രി 8 മണി 8:30 ആയിട്ടാണ് ഞാൻ റൂമിലേക്ക് എത്തുന്നത്. അതൊരു വല്ലാത്തൊരു സമയമായിരുന്നു. കാരണം ആ സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. പിന്നെ അവിടെ ചെന്നിട്ടും ഫസ്റ്റത്തെ കുറച്ച് മണിക്കൂർ കുഴപ്പമുണ്ടായില്ല, ഞാൻ സുഖമായിട്ട് ഉറങ്ങി. കാരണം ഫ്ലൂയിഡ് ഇങ്ങനെ നമുക്ക് വിശക്കൊന്നുമില്ല. ഫ്ലൂയിഡ് ഇങ്ങനെ ഒന്ന് കഴിയുമ്പോഴേക്കും ഒരു ഫ്ലൂയിഡ്, അടുത്ത ഫ്ലൂയിഡ്, വേദനേൻ്റെ ഫ്ലൂയിഡായിട്ടും വേറെ എന്തൊക്കെയോ കുറേ IV-കളായിട്ടും പാരസെറ്റാമോളിൻ്റെ ഇൻഫ്യൂഷനായിട്ടും അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ യൂറിൻ്റെ അളവ് ചെക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ തരിപ്പ് വിടാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും അറിയില്ല. ഞാൻ നന്നായിട്ട് ഉറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞൊരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 1-2 തവണ കുട്ടീനെ കുടിപ്പിക്കാൻ കൊണ്ടുവന്നു. പക്ഷേ എന്താ വെച്ചാൽ LCS ആയതുകൊണ്ട് എനിക്ക് പാലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവർ ലേബർ റൂമിൽ കൊണ്ടുപോയി കുട്ടിക്ക് പൊടിയൊക്കെ എഴുതി കൊടുത്ത്, പിന്നെ പൊടിയാണ് കുട്ടിക്ക് കൊടുത്ത്. എന്നാലും സിസ്റ്റർ പറഞ്ഞു ഇടയ്ക്കൊന്ന് കൊണ്ടുവന്ന് കുടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കൊണ്ടു. എനിക്കാണെങ്കിൽ തിരിയാനും അറിയാനും വയ്യല്ലേ, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തിരിയാൻ വയ്ക്കണ്ടേ. കുറേ കുടിപ്പിച്ച് നോക്കും, കുട്ടി വലിക്കാൻ നോക്കും, പക്ഷേ പാലൊരു തുള്ളി പോലും പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സിസ്റ്റർ പറഞ്ഞു എന്നാൽ ഇനി റൂമിലൊക്കെ എത്തിയിട്ട് കുടിപ്പിച്ച് നോക്കിയാൽ മതി, ഇപ്പോൾ പൊടി കൊടുത്തോളാൻ പറഞ്ഞു. പിന്നെ പാരതി കുട്ടീനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ കുട്ടീനെ കണ്ടു, കുട്ടീനെ ക്ലീൻ ചെയ്തത്, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കണ്ടു. പിന്നെ ആദീൻ്റെ വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ പുറത്തെ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. എല്ലാവരും റൂമിലാണ് ഇരിക്കുന്നത്, ആദ്യം ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു, ആദ്യം കുട്ടീനെ കണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കാണ് ഈ തരിപ്പ് വിടാൻ തുടങ്ങി. തരിപ്പ് വിട്ട് നമ്മളെ കാലൊക്കെ ഭയങ്കര ബലമായിട്ട് തോന്നില്ല. അതൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരുമ്പോഴായിരുന്നു വേദന കൂടി. എനിക്ക് സ്റ്റിച്ചിൻ്റെ അവിടെ വേദന, നടുവേദന ആകെ. അതായത് നമ്മുടെ ഈ ഒരു അരയ്ക്കുന്ന കീഴ്പ്പെട്ട് ആ തൊടേൻ്റെ അവിടെ വരെ എവിടേക്കോ ഇല്ലാത്തത് എനിക്കൊന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ സിസ്റ്റർമാർ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയും മറന്ന് കിടക്കരുത്, 2 സൈഡും മാറി ചെരിഞ്ഞൊക്കെ കിടക്കണം. അങ്ങനെയൊക്കെ കിടന്ന് യൂറിനൊക്കെ ശരിക്കും കറക്റ്റ് അളവിൽ പോയി എല്ലാം ഇതായി കഴിഞ്ഞാൽ മാത്രം റൂമിലേക്ക് മാറ്റുള്ളൂ എന്ന്. ചെയ്യാൻ പോയിട്ട് എനിക്ക് എന്തൊക്കെയാണ് സിസ്റ്ററെ വേദന കുറവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡോക്ടർ തവണ വന്നപ്പോൾ പറഞ്ഞു വേദന കുറവില്ലെങ്കിൽ സിസ്റ്റർമാരോട് പറയുള്ളൂ ഇഞ്ചക്ഷൻ തരുന്നു. അപ്പോൾ അപ്പോഴേക്കും ഞാൻ സിസ്റ്ററെ വേദന കുറവില്ല. അപ്പോൾ സിസ്റ്റർ ഓൾറെഡി വേദനേൻ്റെ 2 ഇഞ്ചക്ഷൻ തന്നു, ഇനി ഒരു ഇഞ്ചക്ഷനും തരാനില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി. പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ, എങ്ങനെയെങ്കിലും റൂമിലെത്തന്നെ. ഞാൻ എന്നിട്ട് നമ്മുടെ ആ സൈഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ സൈഡിൽ ആ ഒരു ഇതൊക്കെ ഉള്ള ബെഡാണല്ലോ, അതിൽ തൂങ്ങി പിടിച്ച് ഈ ഒരു സൈഡിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റും, ലെഫ്റ്റിലേക്ക്. റൈറ്റിലേക്ക് എനിക്ക് തീരെ പറ്റണില്ല. അവിടുത്തെ സ്റ്റിച്ചൊക്കെ എനിക്ക് എന്തൊക്കെയോ ഭയങ്കര. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഡെലിവറി നിർത്തി തന്നെ നമ്മളെ ഫലോപ്പിൻ ട്യൂബിൻ്റെ ഉള്ളിലൊക്കെ കെട്ടിടുമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ എന്തൊക്കെയോ എവിടേക്കോ വലിയായിരുന്നു. അങ്ങനെ ഞാൻ മാറ്റാനായപ്പോഴേക്കും ഒരു സൈഡ് തിരിയാൻ തുടങ്ങി. അത് നല്ല വേദന. എന്നിട്ട് ഒരു 8:30 ഒക്കെ ആയപ്പോൾ പിന്നെ റൂമിലേക്ക് മാറ്റി. പിന്നെ അന്ന് പിന്നെ വേറെ ഭക്ഷണമൊന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അന്ന് ചായയും ബെന്നും കഴിച്ചാൽ മതി തോന്നുന്നു. എനിക്കാണെങ്കിൽ വിശക്കണമുണ്ട്, എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നു കേട്ടോ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു മനസ്സിന് സന്തോഷം കിട്ടാൻ വേദനിച്ചിട്ടാണെങ്കിൽ അതിലേറെ. പിന്നെ
കുട്ടിക്ക് അന്നൊക്കെ പൊടിപ്പാലാണ് കൊടുത്തത്, കാരണം ഒരു തുള്ളി പാല് പൊടിഞ്ഞില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തിങ്കളാഴ്ച, അതായത് പിറ്റേ ദിവസം റൗണ്ട്സിന് വരുമ്പോൾ പാലുണ്ടാവാനുള്ള ഗുളിക എഴുതാം എന്ന് പറഞ്ഞു. കാരണം വലിപ്പിച്ച് നോക്കിയിട്ട് കാര്യമില്ല, ഇടയ്ക്കൊന്ന് കൊണ്ടുവന്ന് കുടിപ്പിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ഡ്യൂട്ടി ആരതിക്കായിരുന്നു, പാല് കൊടുക്കൽ സെക്ഷൻ. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായി. പക്ഷെ എനിക്ക് തിരിയാനും മലന്ന് കിടന്ന് പുറം കംപ്ലീറ്റ് ചൂടായിരിക്കാം. ആ ഒരു റെക്സിനുള്ള ടൈപ്പ് ബെഡാണല്ലോ, ബെഡ്ഷീറ്റ് ഉണ്ട് അതിൻ്റെ മുകളിൽ, എന്നാലും ഭയങ്കര ചൂടിക്ക് തിരിയാൻ വയ്യ. ആ ഒരു 3 ദിവസം 20, 21, 22 ഞാൻ സ്വർഗം കണ്ടു എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയായിരുന്നു. ഭയങ്കര വേദന. പിന്നെന്താ വെച്ചാൽ ആദ്യൻ്റെന് എന്തായിരുന്നു വെച്ചാൽ ഒരു 4-ാമത്തെ ദിവസം, അതായത് 5-ാമത്തെ ദിവസമായിട്ടാണ് നമ്മൾ പോകുന്നത്. 4-ാമത്തെ ദിവസമാണ് യൂറിൻ ട്യൂബ് ഊരിയത്. അതുവരെ യൂറിനൊന്നും അങ്ങനെ ബാത്റൂമിൽ പോകേണ്ടൊന്നും വന്നിട്ടില്ല. ഇത് 20-ാം തീയതി ഡെലിവറി കഴിഞ്ഞു, 21-ാം തീയതി ഉച്ചയ്ക്ക് വന്നിട്ട് യൂറിൻ ട്യൂബ് അയച്ചു. ഇനി നടന്നിട്ട് ബാത്റൂമിൽ പോകാൻ പറഞ്ഞു. നടക്കാൻ പറ്റും. ആ ബെഡാണെങ്കിൽ ഈ ഹൈറ്റാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ബെഡിലേക്ക് ഇരിക്കണമെങ്കിൽ തന്നെ ഒന്നിങ്ങനെ ചാടിയിട്ട് വേണം ഇരിക്കാൻ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ആ ചാടി ഇരിക്കുന്ന നിന്നിട്ട് ആദ്യത്തെ ഒരു ദിവസം ഞാൻ എങ്ങനെ അതുമെന്ന് എനിക്ക് ഇവരാരെങ്കിലും പിടിക്കുന്നത്, ഏട്ടനൊക്കെ ഇങ്ങനെ പിടിക്കാമെന്ന് പറഞ്ഞു, ഒന്നിച്ച് ശരിക്കും ഇവരങ്ങനെ പിടിക്കുന്നതും ഇങ്ങനെ പിടിച്ചുകൊണ്ടേക്ക് കിടത്തുന്നതൊക്കെ എനിക്ക് ഭയങ്കര പേടി. എനിക്കാണെങ്കിൽ ഒരു കയ്യിൽ ക്യാനില്ല, ആ ക്യാനിൽ കുത്തിയ കൈ, പിന്നെ ഇപ്പുറത്തും ഇതുപോലെ ഒരു ക്യാനിലിട്ടിട്ട് അത് ബൾജായി മാറ്റി കുത്തിയതിൻ്റെ ആ മുറി. അപ്പോൾ ഈ കൈ ഇങ്ങനെ അമർത്തും തോറും ക്യാനിലെ വേദനിക്കുകയാണ്. അപ്പോൾ കൈ കുത്താൻ പറ്റണില്ല, കാലാണെങ്കിൽ അനക്കാൻ പറ്റണില്ല. ആകെ 2-3 ദിവസം കുറേ കരഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് ഞാൻ കേട്ടോ. പിന്നെ 2-ാമത്തെ ദിവസമായപ്പോഴേക്ക് ഇങ്ങനെ ഓരോരുത്തരൊക്കെ വന്നപ്പോൾ പിന്നെ ഇവർ പറഞ്ഞു സ്റ്റെപ്പ് ചോദിക്കാമെന്ന്. എന്നിട്ട് അങ്ങനെ നഴ്സുമാരുടെ അവിടെ പോയിട്ട് അവരുടെ അടുത്ത് സ്റ്റെപ്പ് ചോദിച്ചു. ആ സ്റ്റെപ്പ് കൊണ്ടുവന്നിട്ടു. അത് കൊണ്ടുവന്നതിന് ശേഷം കുറച്ചൊരാശ്വാസമായി, കാരണം അതിലിങ്ങനെ ചവിട്ടി മെല്ലെ മെല്ലെ ഇറങ്ങാമല്ലോ, സ്റ്റെപ്പ് ഇറങ്ങാമല്ലോ. പിന്നെ ബാത്റൂമിലേക്കുള്ള ഒരു കയറ്റാണെന്നുണ്ടെങ്കിലും ഈ ഹൈറ്റാണ് ബാത്റൂമിൽ കയറാം. അതാണ് കാല് പൊക്കി വെക്കുമ്പോഴേക്കും എനിക്ക് വീണ്ടും വേദന ഇളകും. പിന്നെ ബ്ലീഡിങ്ങും നല്ല രീതിയിലുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ. അങ്ങനെ ഒരു 3-ാമത്തെ ദിവസമായപ്പോഴേക്കും ഞാൻ ഏറെക്കുറെ ഒന്ന് ഇങ്ങനെ കൈയൊക്കെ കുത്തി ഇരിക്കാൻ തുടങ്ങി. അത് ഡെലിവറി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വീഡിയോ കണ്ടാലൊക്കെ അറിയാം, ഞാൻ നടന്നു വരുന്നതൊക്കെ ഒരു പ്രത്യേക തരം നടത്താണ് ഞാൻ നടക്കുന്നത്. കാരണം എന്തൊക്കെയോ എവിടേക്കോ കുളത്ത് വലിയ എന്തൊക്കെയോ ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് പിന്നെ 4-ാമത്തെ ദിവസം വൈകുന്നേരം 6-7 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളെ ഡിസ്ചാർജ് ചെയ്തു. 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഡിസ്ചാർജ് ചെയ്തു. 7:45 ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി. അങ്ങനെയൊക്കെയാണൊരു ഡെലിവറി എക്സ്പീരിയൻസ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യൻ്റെ ആ ഒരു സമയത്തുള്ള ഇതിനേക്കാളും പെട്ടെന്ന് റിക്കവർ ചെയ്തു. ആ ഒരു ഫസ്റ്റത്തെ ഒരു 2-3 ദിവസം എന്തായാലും ഭയങ്കര പെയിനായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും കുട്ടീനെ എടുക്കാനും കിടത്താനും അങ്ങനെ സ്റ്റിച്ചും നല്ല ഉണക്കണ്ടായിരുന്നു പോന്നപ്പോൾ തന്നെ. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. പിന്നെ ഒന്നാമത് സെക്കൻഡ് ഡെലിവറി ആയതുകൊണ്ടുള്ളതായിരിക്കാം. പിന്നെ മറ്റേതൊന്നാമത് ആ നോർമൽ ഡെലിവറീൻ്റെ വേദനയൊക്കെ സഹിച്ച് പിന്നെ LCS ഒക്കെ ചെയ്ത് കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ആയിട്ട് LCS ചെയ്താണല്ലോ ആദ്യത്തത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാവും. പിന്നെ നമുക്കൊന്നും അറിയില്ലല്ലോ എങ്ങനെ പിടിക്കേണ്ടെടുക്കാൻ. അന്നൊക്കെ ഒരു 1-1.5 മാസം വരെ എനിക്ക് ഇവരിങ്ങനെ പിടിച്ചു തരുമായിരുന്നു ആദ്യക്ക് പാൽ കൊടുക്കാനൊക്കെ. എനിക്ക് അതിനെ പിടിക്കാൻ പോലും വെച്ചായിരുന്നില്ല. ഇതിൻ്റെ കൈയൊക്കെ കുഴഞ്ഞു പോകും, എനിക്ക് മടിയിലൊക്കെ ആയില്ല, കാല് കുഴയും, കാല് വേദന. ഇതിപ്പോൾ കുട്ടീനെ ഒറ്റയ്ക്ക് ഞാൻ എടുക്കലും പാൽ കൊടുക്കലും എല്ലാം ഒരുവിധം എല്ലാം ഞാൻ ചെയ്യും. അങ്ങനെ ഇപ്പോൾ കിടക്കാനാണെങ്കിലും എണീക്കാനാണെങ്കിലും മറ്റേത് അതിനൊക്കെ അവർ പിടിച്ചിനി. ഫസ്റ്റ് കുറച്ച് ദിവസം വന്നിട്ട് ബെഡിൽ നിന്ന് കട്ടിലേക്കൊക്കെ കിടക്കാനും ഒക്കെ പിടിക്കണമായിരുന്നു. ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഏറെക്കുറെ റെഡിയായി വന്നു. പിന്നെ കുട്ടിയാണെങ്കിലും വെയിറ്റ് കുറവായിരുന്നു, അപ്പോൾ വെയിറ്റൊക്കെ കൂടി പാലൊക്കെ കുടിക്കാൻ തുടങ്ങി. പാലൊക്കെ 2 ദിവസം ഗുളിക കഴിച്ചപ്പോഴേക്കും അവിടുന്ന് വരുന്നതിനും ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതിന് മുമ്പേ പാലായി കേട്ടോ. കുട്ടിയും തന്നെ നന്നായിട്ട് സക്ക് ചെയ്ത് കുടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു 2ാമത്തെ ഡെലിവറി എക്സ്പീരിയൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ജസ്റ്റ് ഞാനിതൊരു വീഡിയോ ആക്കാൻ, കാരണം കുറേ കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ കാണാമല്ലോ എന്തായിരുന്നു ആദ്യത്തെ ഡെലിവറി 2ാമത്തെ ഡെലിവറി തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പിന്നെ നമ്മളെ ഏജിൻ്റെ ബുദ്ധിമുട്ടുകൾ. സത്യം പറഞ്ഞെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഓൾറെഡി എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വേദനകൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ പണികളൊന്നും എടുക്കണില്ലല്ലോ, കുട്ടീൻ്റെ കാര്യം മാത്രമല്ലേ ചെയ്യണുള്ളൂ. അതുകൊണ്ട് വല്ലാണ്ട് അറിയണില്ല. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ പണികളൊക്കെ എടുത്ത് തുടങ്ങുമ്പോഴാണ് ബാക്ക് പെയിൻ്റെ പ്രശ്നം അറിയുക. അപ്പോൾ ഇതുവരെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.